ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവപ്രസാദപരത്തിൻ്റെ നീർച്ചാലായ കുംഭസാരം എന്ന കൂദാശ യോഗ്യതയോടുകൂടെ സ്വീകരിക്കേണ്ടതിൻ്റെ ആദ്യത്തെ പടി ആത്മാർത്ഥമായ ആത്മപരിശോധനയാണ്. നോമ്പ് തുടർച്ചയായ ആത്മപരിശോധനയുടേതാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കാണുന്ന ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ചിന്ത പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ എപ്രകാരം നമ്മൾ തള്ളിപ്പറഞ്ഞു എന്നുള്ള ബോധം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1454-ാം നമ്പറിൽ ആത്മപരിശോധന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നടത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മപരിശോധന ദൈവിക സഹായത്താൽ കൂടുതൽ ഉത്തമമാകുന്നു. ആത്മപരിശോധന കുറ്റബോധത്തിലേക്കല്ല, അനുതാപത്തിലേക്കും കുംഭസാരത്തിലേക്കുമാണ് നമ്മളെ നയിക്കേണ്ടത്. ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡ് പറയുന്നു, ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ ഒരടയാളം പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് എന്ന്. അത്തരമൊരു അനുതാപത്തിലൂടെ ആത്മപരിശോധനയിൽ നിന്ന് അനുരഞ്ജന കൂദാശയിലേക്ക് ഈ നോമ്പിൽ നമുക്ക് യാത്ര ചെയ്യാം. നല്ല ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.